ഹലോ, വെൽക്കം ടു മൈ ചാനൽ കിമയ. ഞാൻ ആദ്യം ഒരു കുട്ടിയോടുപ്പ് ഇട്ടിരുന്നു, അതിൻ്റെ തയ്യലും ഇട്ടിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ. ഇനി രണ്ടാമത്, അതായത് തയ്യലിട്ടതിന് ശേഷം പിന്നെ ഞാൻ ഇടുന്നത് വീണ്ടും ഒരു കുട്ടിയുടുപ്പ് തന്നെയാണ്. മോഡൽ 2 ആണ്. അതിൽ നമ്മൾ എടുക്കുന്നത് 13.5 ഇഞ്ച് നീളം, 23.5 വീതി. ഈ 13.5 ഇഞ്ച് നീളം തന്നെയാണ് നമ്മൾ ആദ്യം എടുത്തത്. അതായത് തയ്ച്ച് കഴിയുമ്പോൾ 12 വരുള്ളൂ. അതുപോലെ 23.5 വീതിയാണ് എടുത്തത്. അത് തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് 22 വരുള്ളൂ. അതാണ് അതിൻ്റെ കേട്ടോ. അപ്പം നമ്മൾ 13.5 വീതി, 13.5 നീളത്തിൽ 23.5 വീതിയിലും നമ്മൾ തുണിയെടുത്തു. അതിനെ നമ്മൾ രണ്ടായി മടക്കുകയാണ്. ഓക്കെ, രണ്ടായി മടക്കിയതിന് ശേഷം ഈ ലെഫ്റ്റ് ഹാൻഡിൻ്റെ വശത്താണ് ഈ ഓപ്പൺ സൈഡ് വരുന്നത്. ഈ ഓപ്പൺ സൈഡിൽ 1/4 ഇഞ്ച് വിടുക. 1/4 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ അതിലേക്ക് വീണ്ടും ഒരു മടക്കുക. ഓക്കെ, പഴയ പോലെ തന്നെ നേരത്തെ ഉടുപ്പെടുത്തതുപോലെ തന്നെയാണ്, ചെസ്റ്റ് കവർ എടുത്ത പോലെ തന്നെയാണ് ഈ തുണി മടക്കി വെക്കുന്നത്. അപ്പോൾ ആ 1/4 ഇഞ്ചിലേക്ക് മടക്കിയിട്ട് നമ്മൾ ഇതിങ്ങോട്ട് താഴേക്ക് മടക്കി കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. തുടക്കമാവുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് അത് മടക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലിപ്പോൾ നിങ്ങൾ ചോദിക്കാം, നിങ്ങൾക്ക് സംശയം വരാം, ഷോൾഡർ ഉണ്ടോ, ഷോൾഡറിനെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ എന്ന്. നമ്മളത് കണക്കാക്കിയാണ് തുണി എടുത്തേക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഷോൾഡർ എന്ന് പറയുന്ന ഒരു അളവിൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മൾ ഈ വശത്ത് നിന്ന്, അതായത് ഈ മടക്ക് ഫോൾഡിൻ്റെ വശത്ത് നിന്ന് നമ്മൾ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. 1.5 ഇഞ്ച് എന്ന് പറയുന്നത് നമുക്ക് കൈക്കുഴിക്ക് വേണ്ടിയാണ്. അവിടുന്ന് നേരെ താഴേക്കും നമ്മൾ 3 ഇഞ്ച് കൊടുക്കുക. ആ 3 ഇഞ്ച് കൈക്കുഴിയാണ്. ഇങ്ങനെ നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. 13.5 ഇഞ്ച് നീളത്തിലും 23.5 വീതിയിലും നമ്മളൊരു പീസ് തുണിയെടുത്തു. അതിനെ രണ്ടായി മടക്കി. അതായത് ഓപ്പൺ സൈഡിൽ നിന്ന് 1/4 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ വീണ്ടും അതിനെ ഒന്നുകൂടെ മടക്കിയതിന് ശേഷം നമ്മൾ ആ ഫോൾഡ് വശത്ത് നിന്ന് 1.5 എടുത്തു. 1.5 അവിടെ നിന്ന് താഴേക്ക് 3 ഇഞ്ച് എടുത്തു. അത് കൈക്കുഴിയായിട്ട് അടയാളപ്പെടുത്തി. ഇനി ഈ സൈഡിൽ നിന്ന് നമ്മൾ 1/4 ഇഞ്ച് അടയാളപ്പെടുത്തുക. അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. ഇതാണ് ഇതിൻ്റെ കട്ടിങ് വരുന്നത്. ഈ ഉടുപ്പെന്ന് പറയുന്നത് നമുക്ക് വലിയവർക്കും നമുക്ക് ഉപയോഗിക്കാം. നമ്മളുടെ ഷോൾഡർ നോക്കിയിട്ട് നമുക്ക് ആർക്ക് ഏതളവിൽ വേണേലും തയ്ക്കാം. ചുരുക്കമുള്ള ഒരു ഡ്രസ്സാണ്, നല്ല മോഡൽ ഡ്രസ്സാണ് ഇത്. നമുക്ക് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും നമുക്ക് ഷഡ് ഇട്ടിട്ട് ഉപയോഗിക്കാം. അത് നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ്. അത് തയ്ച്ച് നോക്കിയാലേ അറിയാൻ പറ്റും. നല്ല ഡ്രസ്സാണ്. ഫ്രണ്ടിൽ ഇങ്ങനെ ചുരുക്കൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഈ പീസിനെ കണ്ടോ, നമുക്ക് ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഓക്കെ, ഇങ്ങനെ വന്നതിന് ശേഷം നമ്മൾ ഇതിൽ ചുരുക്കിട്ട് കൊടുത്തു. ഇനി ഇതിൽ നമ്മൾ ആവശ്യമായ പീസ് എന്ന് പറയുന്നത് ക്രോസ് പീസ് എടുക്കുക. നിങ്ങൾക്കൊക്കെ ക്രോസ് പീസ് എടുക്കാൻ അറിയാൻ വയ്യാത്തവരാണെങ്കിൽ നമ്മൾ ക്രോസ് പീസും കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ കട്ട് ചെയ്ത് വെക്കുമ്പോൾ അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് ക്രോസ് പീസ് എടുക്കേണ്ടത്. ക്രോസ് പീസ് മീൻസ് ക്രോസ് ആയിട്ട് തന്നെ നമ്മളിത് മടക്കിയിടണം. മനസ്സിലായോ? ഇങ്ങനെ മടക്കിയിട്ടിട്ട് നമ്മളൊരു ക്രോസ് കട്ടിങ് ആണ്. കണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് കട്ടിങ് വരുന്നത്. അപ്പോൾ ഇത് ക്രോസ് ആണ്. കണ്ടോ, ഇതിൽ നമ്മൾ 2 ഇഞ്ച് വീതിയിലുള്ള പീസാണ് എടുക്കേണ്ടത്. 2 ഇഞ്ച് വീതി എന്ന് പറയുമ്പോൾ കണ്ടല്ലോ ഇങ്ങനെ വരും. അപ്പോൾ അത് 2 ഇഞ്ചിലെടുത്തു. നമ്മളിങ്ങനെ കട്ട് ചെയ്തു. ഇതുപോലുള്ള ഒരു 3-4 പീസ് എടുക്കണം. അതെല്ലാം ഞാൻ തയ്യലിൽ കാണിച്ചു തരാം. തയ്ക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ പീസ് ജോയിൻ ചെയ്യുന്നതെന്നും എല്ലാം ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഓക്കെ, താങ്ക് യു. എല്ലാവരും എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കണിൽ എല്ലാവരും ക്ലിക്ക് ചെയ്യണം, ലൈക്ക് അടിക്കണം. കേട്ടല്ലോ? നന്ദി, എല്ലാവർക്കും നന്ദി.